അതിന് നമ്മൾ ലീനിയർ പ്രോഗ്രാമിംഗ് ഫോർമുലേഷൻ ഓഫ് മെട്രിക്സ് ഗെയിംസ് ആണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇതൊന്നും വേണ്ട, ജസ്റ്റ് ഡെഫിനേഷൻ നോക്കാം. അറ്റ് എ ഈക്വൽ ടു എ ഐ ജെ എം ബൈ എൻ മെട്രിക്സ് ബി എൻ എം ബൈ എൻ മെട്രിക്സ് ഗെയിം എ മിക്സഡ് ഓർ probabilistic strategy for the raw player is a column vector. P equal to P1, P2, etc. Pm, so that Pi is greater than or equal to 0 for all I and sigma equal to 1 to m, Pi equal to 1. നമ്മൾ കണ്ടീഷൻ എന്താ വെച്ചാൽ എ എന്ന് പറഞ്ഞ മെട്രിക്സ് ആണ്, അത് ഒരു മെട്രിക്സ് ഗെയിമാണ്. എ എന്ന് പറഞ്ഞത് മിക്സഡ് സ്ട്രാറ്റജി ആയിരിക്കാം ഫോർ ദി റോ പ്ലെയറിന് വേണ്ടിയിട്ടുള്ള മിക്സഡ് സ്ട്രാറ്റജിയാണ്. പ്ലെയർ ഫോർ ദി റോ പ്ലെയർ ഇസ് എ കോളം വെക്റ്റർ. റോ പ്ലെയർ അതിൽ കോളം വെക്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ P1, P2, എക്സെട്ര പി എം ആണ്. അതിൻ്റെ കണ്ടീഷൻ Pi എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. പിന്നെന്താ, എല്ലാ PIസും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സം എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. സോ എ മിക്സഡ് ഓർ പ്രോബബിലിസ്റ്റിക് സ്ട്രാറ്റജി ഫോർ ദി കോളം പ്ലെയർ ഈസ് എ റോ വെക്റ്റർ. അതായത് മിക്സഡ് സ്ട്രാറ്റജി ഫോർ റോ പ്ലെയർ എന്ന് പറഞ്ഞാൽ കോളം വെക്റ്ററാണ്. അതേപോലെ മിക്സഡ് സ്ട്രാറ്റജീസ് ഓഫ് കോളം പ്ലെയർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോ വെക്റ്ററാണ്. കോളം പ്ലെയറിൻ്റെ മിക്സഡ് സ്ട്രാറ്റജി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് Q equal to Q1, Q2, എക്സെട്ര Qn, so that Qj is greater than or equal to 0 and sum Qj equal to 1. Okay, any mixed strategy containing an entry of 1. ഏതെങ്കിലും ഒരു മിക്സഡ് സ്ട്രാറ്റജി ഏതെങ്കിലും ഒരു എൻട്രി എന്തായിരിക്കും 1 ആയിരിക്കും. വെൻ ഓൾ ഓഫ് ദി അതർ എൻട്രീസ് ആർ നെസസറിലി 0 is said to be pure strategy. ഏതെങ്കിലും ഒരു എൻട്രി 1ഉം ബാക്കി എല്ലാം 0യും ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അതൊരു പ്യുവർ സ്ട്രാറ്റജി ആണെന്ന് പറയാം. ഓക്കെ, ഇനി ഒരു മിക്സഡ് സ്ട്രാറ്റജിയുടെ ഡെഫിനേഷനാണ് ഇപ്പോൾ ഇത് പറഞ്ഞത്, ഈ കണ്ടീഷൻ പറഞ്ഞത്. മിക്സഡ് സ്ട്രാറ്റജി ഓഫ് റോ പ്ലെയറും അതേപോലെ മിക്സഡ് സ്ട്രാറ്റജി ഓഫ് കോളം പ്ലെയറും. ഇത് ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ദി മിക്സഡ് സ്ട്രാറ്റജി ഫോർ ദി റോ പ്ലെയർ ഈസ് ദാറ്റ് ഇഫ് ദി റോ പ്ലെയർ യൂസസ് സ്ട്രാറ്റജി P, he will choose row I of the matrix with the probability Pi. Similarly, the interpretation of the mixed strategy for the column player is that if the column player uses strategy Q, he will choose column J of the matrix with the probability Qj. അപ്പോൾ നമ്മൾ മിക്സ്ഡ് സ്ട്രാറ്റജിയിൽ റോ പ്ലെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും അത് എന്തേ ചൂസ് ചെയ്യുള്ളൂ, P എന്ന് പറഞ്ഞ സ്ട്രാറ്റജിയെ ചൂസ് ചെയ്യുള്ളൂ. P എന്ന് പറഞ്ഞ സ്ട്രാറ്റജി ചൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, അതിൻ്റെ പ്രോബബിലിറ്റി റോ വൈസ് പ്രോബബിലിറ്റിയാണ് ചൂസ് ചെയ്യുക. അതേപോലെ തന്നെ സിമിലർലി കോളം പ്ലെയർ എന്ത് സ്ട്രാറ്റജി Q സ്ട്രാറ്റജിയാണ് ചൂസ് ചെയ്യുക. അതേപോലെ ആ കോളം വെക്ടറാണ്, കോളം മെട്രിക്സ് ആണത് ചൂസ് ചെയ്യുക. ഇഫ് എ പ്ലെയർ യൂസസ് എ പ്യുവർ സ്ട്രാറ്റജി ഹി വിൽ കോൺസ്റ്റൻ്റ്ലി ചൂസ് ദി സെയിം റോ ഓർ കോളം, നെയിംലി ദി റോ ഓർ കോളം കറസ്പോണ്ടിങ് ടു ദി പ്രോബബിലിറ്റി 1. ഇനി പ്ലെയർ യൂസ് ചെയ്യും, ഒരു പ്യുവർ സ്ട്രാറ്റജി ആയിട്ടുള്ള ഒരു പ്ലെയർ എന്ത് യൂസ് ചെയ്യും, റോയോ കോളോ യൂസ് ചെയ്യും. ദി റോ ഓർ കോളം കറസ്പോണ്ടിങ് ടു പ്രോബബിലിറ്റി 1ന് കറസ്പോണ്ടിങ്, അതായത് നമ്മൾ പറഞ്ഞ പ്യുവർ സ്ട്രാറ്റജി പറഞ്ഞ ഒരു എൻട്രി 1ഉം ബാക്കി എല്ലാ എൻട്രി 0യും ആവും. അപ്പോൾ 1 എന്ന് പറഞ്ഞ എൻട്രിക്ക് ഏതാണോ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് ആ ഒരു റോയോ, അല്ലെങ്കിൽ റോ ആണെങ്കിൽ റോ ചൂസ് ചെയ്യും, അതല്ലെങ്കിൽ കോളം ചൂസ് ചെയ്യും. Note that neither of the optimal strategies of the player in the game of example 1 will be pure strategy. To see this, recall the payoff matrix for the game of example 1. Example 1ൻ്റെ അവസാനത്തെ നമ്മൾ ടേബിൾ പറഞ്ഞു, അതാണ് ഈ കൊടുത്തിരിക്കുന്നത്. Now put yourself in the position of one of the players, say the even player. Would you ever play a pure strategy? If you constantly choose the first row of the matrix, the odd player is going to constantly choose the first column of the matrix. Remember that the odd player knows your strategy and you will lose $3 per round of the game. അതായത് നമുക്കറിയാം എന്താ, നമ്മൾ എക്സാമ്പിൾ 1ൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈവൻ പ്ലെയറാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈവൻ പ്ലെയർ 2 ഇവിടെ 1 കൊടുത്താൽ 2 + 1 3 എന്ന് വരും. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഈവൻ പ്ലെയർ അതായത് 3 എന്ന് പറഞ്ഞത് ഓടായതുകൊണ്ട് ഈവൻ പ്ലെയർ 3 എന്ന് പറഞ്ഞത് ഓടായതുകൊണ്ട് നമുക്ക് എന്ത് $3 നഷ്ടപ്പെടും. അങ്ങനെ $3 നഷ്ടപ്പെടുന്നതിനാണ് ഇവിടെ -3 ലോസ് ചെയ്യാമെന്ന് എഴുതിക്കുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ അങ്ങനെ നമ്മൾ ചെയ്തിരുന്നത് റൗണ്ട് ഓഫ് ദി ഗെയിം. Certainly the even player can do better than this. Similar reasoning applies to the wisdom of the column player using a pure strategy. In fact, similar reasoning applies to any strategy that is predictable. അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രാറ്റജിയിൽ പോവുകയാണെങ്കിൽ, അതായത് ഓഡ് പ്ലെയറിന് 2 സംഖ്യകൾ തമ്മിൽ, ഓഡ് പ്ലെയറിനും ഈവൻ പ്ലെയറിനും 1, 2, 3 പറഞ്ഞ 3 ഇൻറ്റിജേഴ്സ് ആണുള്ളത്. ആ 3 ഇൻറ്റിജേഴ്സിൽ 2 കൂടി ആഡ് ചെയ്തിട്ട് ഏതെങ്കിലും 2 കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈവൻ ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് എന്ത് വരും, ഈവൻ പ്ലെയർ വിൻ ചെയ്യും. അതല്ല ഓടാണ് കിട്ടണമെങ്കിൽ ഈവൻ പ്ലെയറിന് $3 നഷ്ടപ്പെടും. ഓക്കെ,
അപ്പോൾ നഷ്ടപ്പെടുന്നതിന് നമ്മൾ എന്ത് യൂസ് ചെയ്തിരുന്നു? മൈനസ് യൂസ് ചെയ്തത്. where will those they row. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ലെറ്റ് A equal to Aij m/n Bn m/n matrix game. Assume for the moment that the column player always chooses column J of the matrix, that is the column player is using the pure strategy. ഇനി A എന്ന് പറഞ്ഞൊരു m/n മെട്രിക്സിൽ കോളം പ്ലെയർ റോ വെക്ടറാണ് ചൂസ് ചെയ്യുക. അപ്പോൾ കോളം പ്ലെയർ ഇങ്ങനെ ഒരു വെക്ടറാണ് ചൂസ് ചെയ്തെങ്കിൽ ഇത് നമുക്ക് എന്ത് പറയാം? ഇതൊരു പ്യുവർ സ്ട്രാറ്റജി എന്ന് പറയാം. കാരണം നിങ്ങൾ നോക്കുക, ബാക്കി എല്ലാ എൻട്രീസും 0 ആണ്, ഒറ്റ എൻട്രീസ് മാത്രമേ എന്ത് വരുന്നുള്ളൂ? 1 വരുന്നുള്ളൂ. ഇഫ് ദി റോ പ്ലെയർ യൂസേഴ്സ് മിക്സ്ഡ് സ്ട്രാറ്റജി. ഇനി റോ പ്ലെയർ മിക്സഡ് സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ P equal to P1, P2, etc. Pm, then the expected value of his winnings denoted Ej of P. Expected value of win ചെയ്യാനുള്ള expected value നമ്മൾ Ej of P എന്നാണ് എഴുതുക. So Ej of P equal to P1 A1j plus P2 A2j plus etc. plus Pm AMI എന്ന് എഴുതാം. By elementary probability theory, now the row player's optimal strategy would assure that the expected value of his winnings is maximal no matter what column the column player chooses. Stated a bit differently, the row player's optimal strategy would assure that his minimum expected winnings are as large as possible. Hence, the optimal strategy for the row player is to choose strategy P such that minimum 1 less than or equal to j less than or equal to n, Ej of P is maximum. നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് മാക്സിമമാണ് വിൻ ചെയ്യേണ്ടത്. സോ നമ്മൾ കോളം പ്ലെയറിനെ ചൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോളം പ്ലെയറിനെ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കോളം പ്ലെയറാണ് ചൂസ് ചെയ്യുന്നത്. മാക്സിമലാണ് നമുക്കവിടെ വേണ്ടത്, വിൻ ചെയ്യേണ്ടത്. സോ റോ പ്ലെയേഴ്സ് ഒപ്റ്റിമൽ സ്ട്രാറ്റജി വുഡ് അഷ്യൂർ ദാറ്റ് ഈസ് മിനിമം എക്സ്പെക്റ്റ്. അപ്പോൾ റോ പ്ലെയർ എന്തായിരിക്കണം? അതിനനുസരിച്ച് മിനിമം ആയിരിക്കണം. ആൻഡ് ഒപ്റ്റിമൽ സ്ട്രാറ്റജി ഫോർ ദ റോ പ്ലെയർ ഇസ് ടു ചൂസ് സ്ട്രാറ്റജി പി സച്ച് ദാറ്റ്. അങ്ങനെ ഒപ്റ്റിമൽ നമ്മൾ കോളം പ്ലെയറിന് റോ പ്ലെയറിന് വേണ്ടിയിട്ടുള്ള ആ ഒപ്റ്റിമൽ സ്ട്രാറ്റജിയാണ് ഇത്. മിനിമം 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു j ലെസ് ദാൻ ഓർ ഈക്വൽ ടു n, Ej of P is maximal. അതായത് Ej of P എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പെക്റ്റഡ് വാല്യൂ, അതിൻ്റെ മിനിമത്തിൽ മാക്സിമൽ വാല്യൂ ആണ് നമ്മൾ എന്തായിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത്? Ej of P എന്ന് പറഞ്ഞത് മാക്സിമൽ ആയിരിക്കുന്നതാണ്. സിമിലർലി അസ്യൂം ഫോർ ദി മൊമെൻറ്റ് ദാറ്റ് ദി റോ പ്ലെയർ ഓൾവേസ് ചൂസ് റോ I of the matrix, that is റോ പ്ലെയർ ഈസ് യൂസിങ് ദി പ്യുവർ സ്ട്രാറ്റജി P equal to 0 0 1 0 0. ഇനിയിപ്പോൾ നമ്മൾ റോ പ്ലെയറിൻ്റെ കേസ് ആണെങ്കിൽ നമ്മൾ റോ പ്ലെയർ ആണെങ്കിൽ കോളം വെക്ടറാണ് ചൂസ് ചെയ്യുക. അങ്ങനെ കോളം വെക്ടർ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു പ്യുവർ സ്ട്രാറ്റജിയാണ് കിട്ടുക. ഇഫ് ദി കോളം പ്ലെയർ യൂസസ് മിക്സ് സ്ട്രാറ്റജി. ഇനി മിക്സ് സ്ട്രാറ്റജി ആകുമ്പോൾ എങ്ങനെയാണ് കിട്ടുക? ആ മിക്സ് സ്ട്രാറ്റജി നമുക്ക് എങ്ങനെ എഴുതാം? അതിൻ്റെ എക്സ്പെക്റ്റഡ് വിന്നിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് FI of Q എന്ന് എഴുതാം. FI of Q equal to Q1 AI1 plus Q2 AI2 plus etc. plus Qn AI എന്ന് എഴുതാം. By elementary probability theory, now the column player's optimal strategy would assure that the expected value. ഇതേപോലെ തന്നെ നമുക്ക് എന്താ അവിടെ വേണ്ടത്? അവിടെ മിനിമൽ ചെയ്യാണ് വേണ്ടത്. മിനിമൽ നോ മാറ്റർ. സോ നമുക്ക് മാക്സിമം എക്സ്പെക്റ്റഡ് ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു I ലെസ് ദാൻ ഓർ ഈക്വൽ ടു M, FIQ ഈസ് മിനിമൽ. അപ്പോൾ ഇത് രണ്ടുമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്ത് പഠിക്കാം. ഓക്കെ, സോ ദി എക്സ്പെക്റ്റഡ് winnings of the row player per round of the game provided that both players play their optimal strategy. ഇനി നിങ്ങൾ വിചാരിക്കുക രണ്ട് പ്ലെയേഴ്സും ഒരുമിച്ചിട്ട് ഒരേ ഒപ്റ്റിമൽ സ്ട്രാറ്റജിയിൽ വിൻ ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് വരിക U equal to maximum over P, minimum 1 less than or equal to j less than or equal to n, Ej of P എന്ന് വരും. ഓക്കെ, സോ അത് അടുത്തത് എക്സ്പെക്റ്റഡ് ലോസ് ഓഫ് ദി ഇതിവിടെ എന്താ? എക്സ്പെക്റ്റഡ് വിന്നിങ്സ് ആണ് ഇങ്ങനെ വരുന്നത്. ഇനി എക്സ്പെക്റ്റഡ് ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ തിരിച്ചു വരും. V equal to മിനിമം Q. ഇവിടെ പറഞ്ഞത് മിനിമം ഈ Ej of Pയുടെ മിനിമം എടുത്തിട്ട് അതിൽ മാക്സിമം ആണ്. ഓക്കെ, ഇവിടെ പറഞ്ഞത് FI of Qൻ്റെ മാക്സിമം എടുത്തിട്ട് അതിൽ മിനിമം ആണ് ചോദിക്കുന്നത്. ഓക്കെ, സോ അതിൻ്റെ എക്സ്പെക്റ്റഡ് ലോസസ് ആണ് ഇങ്ങനെ എഴുതുന്നത്. Notice the duality present in the optimal strategies above. It is perhaps not surprising than this. അതായത് ഇതിപ്പോൾ നമ്മൾ സാധാ മിനിമൈസേഷൻ പ്രോബ്ലത്തിനാണ് പറഞ്ഞതെങ്കിൽ അതിൻ്റെ ഡ്യുവലും അതെന്തായിരിക്കും? കറക്റ്റ് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. നെക്സ്റ്റ് തിയറം, ലെറ്റ് A equal to Aij m/n matrix Bn m/n matrix game, then the mixed strategies P equal to P1 P2 etc. Pm and Q equal to Q1 Q2 etc. Qm obtained from the solution of the dual non-canonical linear program problem. അത് എവിടെ നിന്നാണ്? നോൺ കാനോണിക്കൽ ലീനിയർ പ്രോഗ്രാം പ്രോബ്ലത്തിൽ നിന്നാണ് വരുന്നത്. സോ നമ്മളുടെ ഡ്യുവൽ നോൺ കാനോണിക്കൽ ലീനിയർ പ്രോഗ്രാം പ്രോബ്ലത്തിൻ്റെ ഡെഫിനിഷൻ ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. സോ അതിൻ്റെ ടേബിളാണിത്. ആർ ഒപ്റ്റിമൽ ഫോർ ദി റോ ആൻഡ് കോളം പ്ലെയർ റെസ്പെക്റ്റീവ്ലി. അതെന്താണ്? ഒപ്റ്റിമലാണ്. റോ പ്ലെയറിനും കോളം പ്ലെയറിനും
ഒപ്റ്റിമൽ ആണ്. സോ ദി ഡ്യുവൽ നോൺ കനോണിക്കൽ ടേബിൾ എബോവ് ഈസ് കോൾഡ് ഗെയിം ടേബിൾ. ഇങ്ങനെയുള്ള ഈ ഒരു നോൺ കനോണിക്കൽ ടേബിളിനെ നമുക്ക് എന്ത് വിളിക്കാം? ഗെയിം ടേബിൾ എന്ന് വിളിക്കാൻ പറ്റും. സോ അതിൻ്റെ പ്രൂഫ് നമുക്ക് നോക്കാം. ഇത് നോൺ കാനോണിക്കൽ ലീനിയർ പ്രോബ്ലം ആണെങ്കിൽ അത് റെസ്പെക്റ്റീവ്ലി എന്താണ് ഒപ്റ്റിമൽ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യുന്നത്. സോ വി ഷോ ദാറ്റ് ദി മാക്സിമൈസേഷൻ പ്രോബ്ലം ഓഫ് ദി ഗെയിം ടേബിൾ yields the optimal strategy for the column player. The proof that the minimization problem yields the optimal strategy for the row player is similar. നമുക്കിവിടെ ഷോ ചെയ്യേണ്ടത് മാക്സിമൈസേഷൻ പ്രോബ്ലം, ഗെയിം ടേബിളിൻ്റെ മാക്സിമൈസേഷൻ പ്രോബ്ലം എന്താണ്, അത് ഒപ്റ്റിമൽ ആണ്. അതേപോലെ അത് കോളം പ്ലെയറിൻ്റെ സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യുന്നതെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ സിമിലർ മിനിമൈസേഷൻ പ്രോബ്ലം ഒപ്റ്റിമൽ സ്ട്രാറ്റജി ആണെന്നുള്ളതാണ് ചൂസ് ചെയ്യേണ്ടത്. സോ ദി ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് ദി മാക്സിമൈസേഷൻ പ്രോബ്ലത്തിൻ്റെ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിഗ്മ j equal to 1 to n qj equal to 1 along with qj is greater than or equal to 0. For all j we have that q equal to q1 q2 etc. qn is a mixed strategy or mixed strategy. Then the next m equations of the maximization problem are minus v plus fi of q equal to minus ti I equal to 1 to etc. m. In non-slack form these m equations becomes the inequalities. So fi of q is less than or equal to v നമുക്ക് എഴുതാൻ പറ്റും. Okay, then finally the last equation of the maximization problem say to maximize f equal to minus v. ഇത് നമുക്ക് എന്ത് കിട്ടും? maximize f equal to minus v എന്ന് കിട്ടും. Then or equal to minimize v കിട്ടും. Hence the maximization problem of the game table finds the mixed strategy q. mixed strategy q-നെ നമുക്ക് എന്ത് ചെയ്യാം? മാക്സിമൈസേഷൻ പ്രോബ്ലം ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ ദാറ്റ് ദി മാക്സിമം വാല്യൂ ഓഫ് fi ഓഫ് q I equal to 1 to etc. m is minimal. നമുക്ക് എന്താ പറയുക? fi ഓഫ് qൻ്റെ മാക്സിമം വാല്യൂ പറഞ്ഞാൽ മിനിമൽ ആണ് പറയാം. ദിസ് പ്രിസൈസ്ലി ദി ഒപ്റ്റിമൽ സ്ട്രാറ്റജി ഫോർ ദി കോളം പ്ലെയർ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? അത് നമ്മൾ കോളം പ്ലെയറിൻ്റെ ഒപ്റ്റിമൽ സ്ട്രാറ്റജി ആയിട്ടാണ് നമ്മൾ നേരത്തെ പഠിച്ചത്. ജസ്റ്റ് ഡെഫിനിഷൻ മാത്രമേ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ മെട്രിക്സ് ഗെയിംസ് ലീനിയർ പ്രോഗ്രാം പ്രോബ്ലം യൂസ് ചെയ്തിട്ട് മെട്രിക്സ് ഗെയിം പറയുന്നത്. ഓക്കെ, താങ്ക് യു.